ഒരു വെറൈറ്റി ദോശ റെസിപ്പി പറഞ്ഞുതരാം. ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് ഉഴുന്നെടുക്കാം. ഉഴുന്ന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴെന്ന് വെച്ചാൽ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിനൊപ്പം അരി ചേർത്താണ് അരയ്ക്കാറ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഉഴുന്നിനൊപ്പം റവ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പൊ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് മാവ്. നല്ല കുറുകുറാന്നുള്ള ദോശമാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ രാത്രിയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെയായി. ഇനി നമുക്ക് മാവൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മാവ് ദേ ഇവിടെ പുളിച്ച് കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മാവിനനുസരിച്ച് നിങ്ങൾക്ക് മാവിൻ്റെ അളവനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് നമ്മുടെ ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് ചൂടാക്കാം. ഞാൻ സാധാരണ ദോശക്കല്ല് ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ പുരട്ടാം. ഞാനൊരു സവോള എടുത്തിട്ടാണ് കേട്ടോ എണ്ണ പുരട്ടുന്നത്. നമ്മൾ സവോള വെച്ചിട്ടാണ് എണ്ണ പുരട്ടുന്നതെങ്കിൽ നമ്മുടെ കല്ലിൽ ചുടുന്ന ദോശ ഇങ്ങനെ കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ മാവൊഴിക്കുക, പരത്തുക, ചുട്ടെടുക്കുക. അടിപൊളി ദോശയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ.